ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദംസ് ഫുഡ്ലാബിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബക്കറ്റ് ചിക്കൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കൻ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു, ഷെയർ ചെയ്തു, സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ചിലർ കുറച്ച് ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് കുക്കറിലും അതേപോലെ സാധാ പാത്രത്തിലും വെച്ച് ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് പാത്രത്തിൻ്റെ അടിയിൽ ഉപ്പ് നിരത്തി അതിന് മുകളിൽ കോഴി വെച്ചിട്ടും, അതേപോലെ കുക്കറിൽ ഉപ്പ് നിരത്തി അതിന് മുകളിൽ ഒരു വാഴയില വെച്ച് അതിന് മുകളിൽ കോഴി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊന്നും ഇല്ലാതെ ഒരു പാത്രം മാത്രം അടിയിൽ വെച്ച് ായിരുന്നു നമ്മൾ ആ കുക്കർ ചിക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുക്കറിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായി കാണിച്ചു തരികയാണ്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഇത് കാണണം. പാത്രം കഴുകുന്നത് വരെയുള്ള വീഡിയോ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിസ്സാവാതെ എല്ലാവരും ഇത് കാണുക. ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ 4 പീസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ചിക്കൻ ആക്കിയിട്ട് തന്നെ വെക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇങ്ങനെ പീസാക്കിയിട്ടും ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 പാത്രത്തിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ നമുക്ക് 1 കപ്പ് വിനാഗിരിയിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ അതിലൊന്ന് മുക്കി വെക്കണം. ഞാൻ ചിക്കൻ 4 പീസാക്കിയിരിക്കുകയാണ്. ഈ 4 പീസാക്കിയ ചിക്കൻ ഞാൻ ഈ വെള്ളത്തിലിട്ടിട്ടൊന്ന് മുക്കിയെടുക്കണം. 1 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായി മുക്കിയതിന് ശേഷം എല്ലായിടും മുങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രം അടച്ചു വെച്ച് 1 മണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. ഈ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുക്കറിൽ നിന്ന് ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിത് മാറ്റി വെള്ളം നന്നായി വാർത്തെടുക്കണം. ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം അങ്ങനെ നിന്നോട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. ഒരു ചെറിയ തക്കാളി, 4 പച്ചമുളക്, 4 ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 6-7 കഷ്ണം ചെറിയുള്ളി, 1 നാരങ്ങ. ഇത്രയും വേണം നമുക്ക് വേണ്ടത് ഇതിലേക്ക്. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കണം. 4 പീസസ് ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരിഞ്ഞ് എടുക്കണം. പക്ഷേ ഇതിൽ വെള്ളം മുഴുവനായിട്ട് പോയിട്ടുണ്ടാവില്ല എപ്പോഴും. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെള്ളം കൂടുതലുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി ഒരു 4 പീസസ് ഇതുപോലെ വരിഞ്ഞതിന് ശേഷം എല്ലാ ഭാഗവും ഇതുപോലെ വരിഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ട് വരിഞ്ഞ് മസാല പിടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ വരിഞ്ഞ് കൊടുക്കണം. ചിക്കനൊക്കെ ഇപ്പോൾ ആ വിനാഗിരിയുടെ വെള്ളത്തിലുള്ളതുകൊണ്ട് കുറച്ചും കൂടെ സോഫ്റ്റായി നമുക്ക് തോന്നും നമ്മളിത് വരിയുമ്പോൾ തന്നെ. വരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളൊരു കോട്ടൺ ക്ലോത്തോ അതല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒപ്പിയെടുക്കണം. ഞാനൊരു കോട്ടൺ ക്ലോത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒപ്പി വെള്ളം ഒട്ടും ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ മസാല തേച്ച് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ കുക്കറിൽ വെള്ളം ഇല്ലാതെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതേപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒപ്പിയെടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അതിന് ശേഷം മാത്രമേ നമ്മൾ മസാല ഇതിൻ്റെ മേളിൽ പുരട്ടോ. അതിന് മുമ്പുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത്. ഈ ടിഷ്യൂ വെച്ചിട്ട് ഈ വെള്ളം എടുക്കുക എന്നുള്ളത് അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി ഇതിലേക്കുള്ള മസാല നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം 5-6 അല്ലി ചെറിയുള്ളി എടുത്തിരുന്നു, അത് നടുകെ കീറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ചെറുതെടുത്തിരുന്നു, അതും അരിഞ്ഞ് പച്ചമുളകും ഒരു നടുകെ മുറിച്ചതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ നാരങ്ങയുടെ ഫുൾ ജ്യൂസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയില, കുറച്ചും കൂടെ ഒരു പിടി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇനി അതിലേക്ക്
നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ആദ്യം ഇതിലേക്ക് ചേരുന്ന കുറച്ച് ജീരകപ്പൊടി, വലിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് റെഡ് കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി തന്നെ വേണം. പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടാകുമല്ലോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളിതിൽ ഈ മസാലയിൽ ഉപ്പുണ്ടോ ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ മതി. ആഡ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഓരോ പീസസ് എടുത്ത് ഇതിന് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളിതൊന്ന് പുരട്ടി മാറ്റി വെക്കുക. നമുക്ക് ഓരോ പീസസും 2 ഭാഗം തിരിച്ചും മറിച്ച് നമ്മളിതുപോലെ മസാല തേച്ച് ഓരോന്നായി മാറ്റി വെക്കുക. പിന്നെ വരിഞ്ഞു കൊടുത്ത ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ മസാല ഫില്ല് ചെയ്യണം കേട്ടോ. ആ കാര്യം മറക്കരുത്. കൃത്യമായിട്ട് നല്ല രീതിയിൽ അപ്പോൾ ഈ കംപ്ലീറ്റ് മസാല നമുക്ക് ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കണം. ബാക്കിയുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് പ്ലേറ്റ് ക്ലീനാക്കി അതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുക. കാരണം മസാലയാണ് ഇതിൻ്റെ, നമ്മൾ മസാല ഉണ്ടാക്കുന്നത് എന്താണോ ആ ടേസ്റ്റ് തന്നെ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ മസാല നല്ല ടേസ്റ്റ് ആവാം, ഉപ്പും എല്ലാം പാകമാണോ എന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പുരട്ടി കൊടുക്കാവൂ. ഇതുപോലെ എല്ലാം പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് കുക്കറിലേക്ക് വെക്കാൻ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റീൽ ചെമ്പും ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ കണ്ടില്ല, കുക്കറിലേക്ക് നമ്മൾ കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോ കല്ലുപ്പ് എടുത്തിട്ട് 2 പാത്രത്തിലേക്കുമായിട്ട് ഹാഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. അതിലെ അടിഭാഗം കാണാത്ത രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. 2 പാത്രത്തിലും ഒരുപോലെ തന്നെ ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് ശരിക്കും കാണാം എങ്ങനെയാണ്. കല്ലുപ്പാണ് ഇട്ടുള്ളത്, പൊടിപ്പല്ല. കല്ലുപ്പില്ലെങ്കിൽ പൊടിപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച ഈ വാഴയില കുക്കറിൻ്റെ മാത്രം ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കറക്റ്റാക്കി പാകത്തിൽ വെച്ച് കൊടുക്കണം. മറ്റ് പാത്രത്തിൽ ഞാൻ വാഴയില വെക്കുന്നില്ല, കുക്കറിൽ മാത്രമേ ഞാൻ വാഴയില വെക്കുന്നുള്ളൂ. ഇനി ലെഗിൻ്റെ പീസ്, തൈസും ലെഗും കൂടെ കൂടിയിട്ടുള്ള പീസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് 2ഉം കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഈർക്കിളി വെച്ചൊന്ന് പിൻ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ചാടി കഴിഞ്ഞാൽ കുക്കറിൽ തട്ടും. അപ്പം കുക്കറും കേടാവും, അതേപോലെ തന്നെ ചിക്കനും കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് 2 പീസും കൂടെ ഞാൻ ഒരുമിച്ച് വെച്ച് ഒരു ഈർക്കിളി വെച്ചിട്ടൊന്ന് ഉറപ്പിച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ ഈ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ. ഇപ്പം കുക്കർ ഒന്നും ഇതിൽ ഫ്ലെയിമിലിട്ടിട്ടില്ല, വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇടുന്നുള്ളൂ. അപ്പോൾ കുക്കർ മാറ്റി വെച്ച് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ മറിയാതെ നോക്കുക. അതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് കൊടുക്കണം. അടപ്പ് വെച്ച് കൊടുക്കുമ്പം ഞാനിപ്പോൾ വാഷർ ഊരിയിട്ടാണ് വെക്കുന്നത്. കുക്കറിൻ്റെ വാഷർ ഊരിയിട്ട് വേണം നമുക്ക്, അതേപോലെ വിസിലും കൂടെ ഊരിയിട്ട് ഇത് അടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് വെക്കാൻ. 5-10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നേരെ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ മൊത്തം 1 മണിക്കൂർ നമ്മളിത് വെക്കണം. ഇത് കണ്ടോ, ഇതേപോലെ വാഷർ ഊരി വെച്ച് കൊടുക്കണം. ഇനി അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇനി ഈ ഭാഗത്ത് ചെമ്പിലും ഇതേപോലെ ഉപ്പ് നിരത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ വാഴയിലൊന്നും വെക്കുന്നില്ല, നമ്മൾ മറ്റു 2 പീസും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ചട്ടിയിൽ തട്ടാത്ത രീതിയിൽ തന്നെ ഇതും വെക്കണം. ബ്രസ്റ്റിൻ്റെ പീസാണത്, നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇതിലേക്ക് ഉപ്പൊന്നും കയറില്ല കേട്ടോ.
ഉപ്പിൻ്റെ രസങ്ങളൊന്നും ഇതിലേക്ക് കയറില്ലാതെ അതുപോലെ തന്നെ കല്ല് പോലെ തന്നെ ഉണ്ടാവും, ഉരുകി പോകുന്നില്ല ഉപ്പ്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നല്ല അടപ്പ്, ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം മാത്രമേ 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മൊത്തം നമ്മൾ 1 മണിക്കൂർ ഇത് അടുപ്പിൽ ഇതേപോലെ സിമ്മിൽ വെക്കണം. ആദ്യം രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്മിലിട്ടെടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേതും കൂടെ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് അതേ രീതിയിൽ കിടക്കട്ടെ 1 മണിക്കൂർ. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ചിക്കൻ എത്ര വെള്ളം ഇല്ലയെന്ന് പറഞ്ഞാലും ഇതിൽ വെള്ളം ഇറങ്ങും. ആ ഭാഗങ്ങളൊക്കെ വെള്ളം ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ ഉപ്പൊക്കെ ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അത് നമുക്ക് കാണാം. ഞാൻ എടുത്ത് കാണിച്ചാൽ ചിക്കനൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ഇതെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണേ, പൊട്ടിപ്പോയരുത്, പൊടിഞ്ഞു പോയരുത്. കാരണം നന്നായി വെന്തിട്ടുണ്ടാവും. കുറച്ചും കൂടെ ഒരു കളർഫുള്ളും ആയിട്ടുണ്ട് അല്ലേ വെന്തിട്ട്. ഇത് കണ്ടില്ലേ. ഇനി ആ താഴ്ഭാഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എടുക്കുമ്പോൾ ഇത് മുകൾ ഭാഗത്ത് എടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടുക. പിന്നെ താഴ്ഭാഗം ഉപ്പ് വെച്ച ഭാഗത്ത് നോക്കുമ്പോൾ ഉപ്പൊന്നും ഉരുകിയിട്ട് ഇതിലേക്കൊന്നും പിടിക്കില്ല, അത് ഷുവറാണ്. ഇനി അതൊന്ന് പതുക്കെ എടുത്തിട്ട് കണ്ടോ മറിച്ചിട്ട് കാണിച്ചു തരാം. ഇതേ രീതിയിലാണ് കിട്ടിയത്. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. അതേപോലെ ഇനി നമ്മൾ കുക്കർ തുറക്കുകയാണ്. ഇതും നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ എടുത്ത് മാറ്റുകയാണ്. ശ്രദ്ധിച്ച് വെക്കുക. ഇതിലുള്ള ഈർക്കിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നമുക്കിനി. ഇപ്പോൾ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ. കുക്കറിൽ വെച്ച ചിക്കനും അതേപോലെ പാത്രത്തിൽ വെച്ച ചിക്കനും. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് വാഴയില വെക്കാതെ പാത്രത്തിൽ വെച്ച ചിക്കനാണ്. കുറച്ചും കൂടെ ഒന്ന് ഹാർഡും ഒന്നും കൂടെ നന്നായി മുകൾ ഭാഗമൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് മൊരിഞ്ഞ പോലെയൊക്കെ തോന്നിയത്. മറ്റേൽ വെള്ളം ഒട്ടുമില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ കളർഫുള്ളായി തോന്നിയത് എനിക്ക് ചെമ്പിൽ വെച്ച ചിക്കനാണ്. പിന്നെ ഇതൊന്ന് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സവാള വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. നിങ്ങൾക്ക് മല്ലിയിലോ എന്തെങ്കിലുമൊക്കെ വിതറിയിട്ടോ നാരങ്ങനീരൊക്കെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ കുക്കറിൻ്റെ താഴ്ഭാഗം കുക്കറൊക്കെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. അതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമായിരുന്നു. കുക്കർ കേടാവില്ലേ, ഉപ്പിൻ്റെ ആരും ഉപ്പൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല. നമ്മളിങ്ങനെ വെന്തതിന് ശേഷം ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഡൗട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്ന പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കുക്കർ ക്ലീൻ ആക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ നമുക്ക് ആ ഉപ്പ് എടുക്കാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും കൂടെ ഒന്ന് കാണാം. ഇതൊക്കെ കണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. അവളൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. എൻ്റെ നിമിമോളാണിത്. നല്ല ടേസ്റ്റ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. മറ്റേ ചിക്കൻ്റെ പീസും കൂടെ നല്ലോണം വെന്തുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിയായ വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ കുക്കർ ക്ലീൻ ആക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനി കുക്കറിലേക്ക് നോക്കുന്നത് പോകണ്ടോ. ഇതൊക്കെ ചിക്കൻ്റെ വെള്ളം എന്താണെങ്കിലും കുറച്ച് ഇറങ്ങും. ആ ഇറങ്ങിയ ഭാഗത്തൊക്കെ കരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഉപ്പും കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് സിമെൻറ്റൊക്കെ സെറ്റായ പോലെ നമുക്ക് ഉപ്പ് കിട്ടും. ഇതേപോലെ ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗം എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ രീതിയിലാണ് പാത്രത്തിൻ്റെ അടിഭാഗം വന്നത്. അതുപോലെ കുക്കറിലും ഈ വാഴയിലേക്ക് ഒന്ന് ഉണങ്ങി കരിഞ്ഞ പോലെ ഉണ്ട്. അത് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതും ഇതേപോലെ കിട്ടും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് കഴുകി മാറ്റാൻ പറ്റും. അത് കരിഞ്ഞ് പാത്രം കേടാവുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് എൻ്റെ പാത്രം കേടായോ എന്നൊക്കെ കരുതി. പക്ഷേ ഒട്ടും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ക്ലീനാക്കി കിട്ടി. ഒരു കുഴപ്പമില്ല. അതേപോലെ നമുക്ക് ക്ലീനാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം. നിർബന്ധമായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.
എന്തഭിപ്രായം ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.